ഗൈസ്, ഇതെൻ്റെ മുളക് തൈയുടെ ഒരു ഗ്രോ ബാഗാണ്. ഞങ്ങൾക്ക് കുടുംബശ്രീ വഴി കിട്ടിയതാണിത്. ഇതിൻ്റെ വളവും മണ്ണോട് കൂടിയ വളവും വിത്തും എല്ലാം കൂടി കിട്ടിയതാണ്. ഇപ്പം അത് ഒരു മാസമായിട്ടുള്ളൂ ഇത് വെച്ചിട്ട്. ഇതിപ്പോൾ ഇത് പൊക്കം വെച്ച് ഇതിന് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ഇത് തക്കാളി തൈയാണ്. അതിലും ചെറുതായിട്ട് മുട്ടൊക്കെ വെച്ചിട്ടുണ്ട്, മുട്ടൊക്കെ ആവണുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു കുടുംബശ്രീയുടെ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു വിത്താണേ. അത് വെള്ളക്കാന്താരി ആണോ അല്ല നമ്മുടെ സാധാരണ നോർമൽ മുളകാണോ എന്നൊന്നും അറിയില്ല. അതും ഈ പറഞ്ഞ മാതിരി മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതും ഇതിൽ മുളകായാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് എന്ത് ചെടിയാണെന്ന്, എന്ത് വലിയ മുളകാണോ ചെറിയ മുളകാണോ എന്ന്. ഇപ്പോൾ സന്തോഷം, നമ്മൾ നട്ട ഒരു ചെടി കായ്ച്ച് അതിൽ കായെല്ലാം ഉണ്ടാകുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ ഇത് മഞ്ഞളാണ് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അവിടെ നിറച്ച് മഞ്ഞളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പിന്നെ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലമാണ്. അപ്പം ഞാനിങ്ങനെ അനിയത്തി പറഞ്ഞു ഇങ്ങനെ ഗ്രോ ബാഗിലാക്കിയാൽ നിറച്ച് ഇത് മഞ്ഞളുണ്ടാവുമെന്ന്. അപ്പം അതുകൊണ്ട് ഞാനത് മഞ്ഞൾ വെച്ചേക്കുക. കൂടെ ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ ഓണം വിപണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ബന്ധിത്തൈ തന്നായിരുന്നു. അതും നട്ടിട്ടുണ്ടേ. അത് ഓണത്തിന് വേണ്ടിയിട്ട് നട്ടേക്കും. അത് ഓണം ആകുമ്പോഴത്തേക്കും നമുക്ക് പൂവുണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് പൂവുണ്ടായിരുന്നു. ഈ വർഷം നന്നായിട്ട് പൂവുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാനൊരു 4 തൈ വെച്ചോളൂ, പക്ഷേ അതിൽ പൂവുണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് പൂവിടാനുള്ള പൂവ് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് 10 തൈ, ഇതും അതുപോലെ തന്നെ ബന്ധിത്തൈ തന്നെയാണ് കേട്ടോ. ഇതും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളർന്നിട്ട് വേണം, കാരണം ഞങ്ങളിവിടെ എറണാകുളം ജില്ലയിൽ ഒരുപാട് കാട്ടുപൂക്കളൊന്നും അധികം കിട്ടില്ല. നമ്മൾ മേടിക്കുകയോ ചെയ്യണത്. അപ്പോൾ അതിത് നമുക്ക് 100 രൂപയ്ക്കാണ് ഒരു ചെറിയ കിറ്റിൽ പൂ മേടിക്കണമെങ്കിൽ. ബന്ദിയും മറ്റേ റോസും എല്ലാം വാടാമല്ലിയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ 100 രൂപയിൽ കൂടുതലാകും. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സേവിങ്സിലേക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ നമ്മൾ മുടക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, എൻ്റെ കാന്താരിയിൽ പൂവിട്ടേക്കണേ. അല്ല, കാന്താരി അല്ല കേട്ടോ, നമ്മുടെ നാടൻ മുളകിൽ പൂവിട്ടേക്കണം കണ്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷം. എനിക്ക് മുളകിനോട് ഭയങ്കര ക്രേസാണ്. കാരണം നമ്മൾ വിഷമില്ലാത്ത ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുളകും കരിവേപ്പിലയും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അത് എടുക്കാനൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കറി അധികം നട്ടിട്ടില്ല. അതൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. മുളകാണ് എൻ്റെ ക്രേസ്. എന്നാലത് തക്കാളി ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലും പൂവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി, സന്തോഷം ഇതൊക്കെ കാണുമ്പോഴും.